ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. പാടത്ത് പോയിട്ട് ലോക്ക്ഡൗൺ ഒക്കെ ഇരിക്കല്ലേ നമ്മൾ. അപ്പോൾ വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ ആലോചിച്ചപ്പോഴേ കിട്ടിയത് മീൻ പിടിക്കാൻ പോവാന്ന്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോണ്. അപ്പോൾ മീൻ കിട്ടിയ ചില ഭാഗം എന്തെങ്കിലും കിട്ടുള്ളൂ. എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കായം വെച്ച് ഇപ്പോൾ ഇരിക്കാൻ പോണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടും. അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണാം. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോണ്. ഇതാണ് നമ്മളെ പാടം. അവ പാറ്റത്തിന് പിടിക്കാൻ പോണത്. നമ്മൾ പാടത്തി നമ്മൾ നോക്കണി സ്ഥലം ബ്രാലൊക്കെ ഉള്ള സ്ഥലം നമുക്ക് നോക്കണം. കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പിടിക്കുക. അപ്പോൾ ആ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പം നമ്മൾ രന ചൂണ്ട ഓർക്കാൻ പോണ്. Kita
ഗൈസ് 4 ചൂണ്ടയമ്മ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാക്കുന്നുണ്ട്. പിന്നെ കാണുമ്പോൾ ചെറിയ കുളം പക്ഷേ നല്ലോണം രാവിലുണ്ട്. രണ്ടാമത്തെ സെറ്റ് മൂന്നാമത്തെ സെറ്റ് അപ്പൊ നമുക്ക് നമ്മളവിടെ നിന്ന് രാവിലെ വരില്ല. നമുക്ക് പോയിട്ട് 2 മണിക്കൂറിൻ്റെ വരാം. അപ്പൊ നമുക്ക് വലിയൊരു ബ്രാലെല്ലാം കിട്ടി. ഏകദേശം നല്ലൊരു വലിപ്പമുണ്ട്. കയ്യിൻ്റെ അത്ര ഉണ്ട്. ഒരു 1/2 കിലോ കാണും. ഇത് നല്ല വലിപ്പമുണ്ട് ബ്രാല്. അപ്പൊ നമ്മള് ബ്രാല് പിടിച്ചു കൊണ്ടുവന്ന് അത് നോക്കി. അപ്പൊ നമ്മൾ മസാല കായം പറ്റി പൊരിക്കാൻ പോണ്. അപ്പൊ കായം പറ്റ സാധനങ്ങളിത് കുറച്ച് മല്ലിയില, വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, അല്പം ജീരകം, നല്ല ജീരകം ഉണ്ട്, പെരുജീരകം ഉണ്ട്. ഇതൊരു മണത്തിന് വേണ്ടിനി. അപ്പോൾ അടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അല്പം കാശ്മീരി മുളക്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ അത് ചിക്കൻ മസാല, ഗരം മസാല എന്നൊക്കെ പറയില്ല അത്. പിന്നെ നമ്മുടെ ബ്രാല് നന്നായി തൊല്ലി കളയുന്ന ബ്രാല്. ഇത് അടുത്തത് നമുക്ക് ഇത് മൊത്തം മിക്സിയിൽ അടിച്ച് ഒരു പേസ്റ്റ് ആക്കണം. അപ്പം നമ്മൾ പേസ്റ്റ് ആക്കിൻ്റെ എല്ലാ മസാലയും സാധനം കൂട്ടിയിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കണം. എന്നിട്ട് ഒരു നല്ലൊരു ബൗളെടുക്കാം. ബൗളിലേക്ക് പേസ്റ്റാണ് ഇടുക. അതിനുശേഷം നമ്മുടെ ഈ ബ്രാല് ഇതിലേക്ക് ഇറക്കിയിടുക. ബീഫ് പീസുകൾ നല്ലപോലെ മസാല പറക്കാൻ. അത് ഒരു മൂടി സ്വർക്ക. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പൊരിക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് 2 മണിക്കൂർ എന്നാ പറഞ്ഞത്. 3 മണിക്കൂർ നമ്മ കായം പറ്റി വെച്ച് ബ്രാല്. അപ്പോൾ അടുത്ത് പൊരിക്കാൻ പോണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക. തൊട്ടടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഞാനിടാൻ പോകുന്ന എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് ചൂണ്ടാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നാളെ കിട്ടുകയാണെങ്കിൽ ബ്രാല് പൊള്ളിച്ചത് നമ്മൾ ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ നമുക്ക് പൊരിക്കാം. തീയൊക്കെ സെറ്റായിട്ട് അതിൻ്റെ വെള്ളം ചട്ടിയുടെ വെള്ളം ഒന്നും പോട്ടെ. നല്ല പുകയുണ്ട്. അപ്പം എണ്ണ ഒഴിക്കാൻ പോണ്. അപ്പം ഇനി എണ്ണ ചൂടാവട്ടെ നല്ലോണം. അപ്പോൾ ആ എണ്ണ ചൂടായി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ചൂടായി ഒന്ന്.
അപ്പൊ എണ്ണ നന്നായി ചൂടായിണ്ട്. അപ്പൊ നമുക്ക് ഇട്ട് തുടങ്ങാം. പതിയെ പതിയെ ഇട്ട് തുടങ്ങാം. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവട്ടെ. സംഭവം സെറ്റായി വരുന്നുണ്ട്. ഇരുട്ടായി തുടങ്ങി, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം. 3 മണിക്കൂർ വെച്ച് കായം പറ്റി. 2 മണിക്കൂർ നേരത്തെ പറഞ്ഞേ, എന്നാലും 3 മണിക്കൂർ വെച്ച് നമ്മൾ മസാല പിടിക്കുന്നതോടെ കാണാം. ഫ്രൈ ആവട്ടെ. നമ്മുടെ സാധനം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇത് കാണാൻ എനിക്ക് നല്ല പെട്ട സംഭവം. ഇത് ചിക്കൻ പോലെ മൊരിഞ്ഞിട്ട് സംഭവം. അപ്പൊ നമുക്ക് വേറെ പ്ലേറ്റിൽ മാറ്റാം. അടുത്തിട്ടപ്പോ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടപ്പ. എന്താ സൗണ്ട്? അതേപോലെ തന്നെ നല്ല മണം വരുന്നുണ്ട്. രണ്ടാമത്തതും മൊരിഞ്ഞുറങ്ങി. അതിന്റെ മസാല അതിന്റെ അപ്പൊ അപ്പൊ സംഭവം അതിന്റെ എടുക്കല്ലേ. സൂപ്പർ സാധനം. സാധനം സെറ്റായിട്ട് നോക്കിയേ, പൊളിച്ചില്ല സാധനം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വെക്കാം നമുക്ക്. ചെറുത് അതിനകത്ത് വെറുതെ ഫുഡ് ചെറുതുണ്ട്, നമുക്ക് പറയാം. ഓ അടിപൊളി. അങ്ങനെ സാധനം പൊളിച്ചില്ലേ? ഉറക്ക പറ, ഞാൻ നിന്നെ കരുതി കൂടി പറയാൻ പറ്റുമെന്ന് വിചാരിക്കും. നീ ഉറക്ക പറ. സൂപ്പറായിട്ട് കുറച്ചുകൂടി സ്പെഷ്യാലിറ്റി പറ, എന്നെ മക്കി പറ. എങ്ങനെയുണ്ട്? പൊളി സാധനം. അപ്പോൾ ഇനി ബാക്കി മൊത്തം തിന്നു കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഗുഡ് ബൈ.